ഹായ്, ഞാൻ വർക്ക് സ്പേസിലേക്ക് പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ. അപ്പോൾ അമ്മ എനിക്ക് 2 മാങ്ങ തന്നിട്ടുണ്ട്. സോ അത് തിന്നിട്ട് പോകാൻ വിചാരിച്ച്. ഇവിടെ ഭയങ്കര ചൂടിട്ട്. ഞാൻ ഇപ്പോൾ രാവിലെ കുളിച്ചിട്ടൊക്കെ നിൽക്കുകയാണ്, പക്ഷേ ഭയങ്കര ചൂട്. ഓൾറെഡി കേക്ക് കൊണ്ടുവന്നു കേട്ടോ. പുഴുവില്ലാന്ന് തോന്നുന്നില്ലേ? പുഴുവില്ല, നല്ലതാണ്. ഇതിലെന്തോ ഒരു കേട് കാണുന്നുണ്ട്. ആ ഭാഗം ഒഴിവാക്കാം, ബാക്കിയുള്ള ഭാഗം എടുക്കാം. കത്തിക്ക് മൂർച്ച കുറച്ച് കൂടുതലായതുകൊണ്ട് വേഗം മുറിയുന്നു. ഇവിടെ തന്നെ ഉണ്ടായ മാങ്ങ കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞില്ല കുറേ മാവുണ്ട്. അപ്പം അതിലത്തെ ഒരു മാവത്തെയാണ്. ഇവിടെ ഉള്ള മാവത്തൊക്കെ ഓരോരോ മാങ്ങ ഓരോ ഡിഫറെൻറ്റ് ടൈപ്പാണ്. നല്ല മധുരമുണ്ട്. ഇത് കറക്റ്റ് പാകത്തിന് പഴുത്താട്ടോ. മീൻസ് ഓവർ പഴുത്ത് അലിഞ്ഞു പോയിട്ടുമില്ല, അതുകൊണ്ട് തീരെ പിന്നെ പുളിയുമില്ല, അതുകൊണ്ട് ടേസ്റ്റ് ഇല്ല. പിന്നെ അതവിടെ ഉണ്ടായ വേറൊരു സാധനം കൂടി ഉണ്ട് കേട്ടോ. കുറച്ച് വലുതാണ്. പൈനാപ്പിളാണ് കേട്ടോ. ഇത് പക്ഷേ കുറച്ചുകൂടി പഴുക്കാണ്ട്. ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ പഴുക്കുണ്ടാവും. ഇത് പഴുത്തിട്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പഴുക്കാണ്ട് തിന്നുമ്പോൾ നാവ് ഇങ്ങനെ ചൊറിയല്ലോ. നല്ല പഴുത്താൽ പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാൻ അത് ഓഫീസിലേക്ക് ഇറങ്ങാം കേട്ടോ. ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ അവൻ്റെ വീട് അപ്പുറമാണല്ലോ. അപ്പോൾ അവൻ അവിടെ വന്നിട്ടും ഞാൻ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകും. അങ്ങനെയാണ്. ഇതിൽ ഞാൻ ഈ വഴിക്കായിരുന്നു കേട്ടോ പോകല്. പക്ഷേ ഇവിടെ വെള്ളമായിപ്പോയി. അതിങ്ങനെ വേലിയേറ്റം വന്നിട്ടാണെന്ന് തോന്നുന്നു. വേറൊരു വഴിയുണ്ട്, തൽക്കാലം അപ്പുറത്തെ വീട്ടിൻ്റെ മുന്നിൽ കൂടെ പോവാം. ഈ വഴി കൂടെ ഒന്നും അധികം ആൾക്കാർ അങ്ങനെ പോകില്ല കേട്ടോ. കുറച്ച് ആൾക്കാരെ പോകുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അപ്പുറത്ത് നമുക്ക് വേറെ വഴിയുണ്ട്, റോഡുണ്ട്. അപ്പോൾ ഇതിലാണ് എല്ലാവരും പോവുക. ഞാൻ പിന്നെ ഇതിലേ പോകാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഓൻ്റെ വീട് അവിടെ അടുത്താണ്. അപ്പം അതിലേ പോകും. അല്ലാത്തപ്പോൾ ഓൻ അതിൽ കൂട്ടാനൊക്കെ വരും. പക്ഷെ പിന്നെ ഇതിലേ ആകുമ്പം അധികം വെയിലൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് ഇതിലേ പോകുന്നു. പാലെത്തിട്ടോ. ഓനെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ കൂടെ മറ്റേ വഴിക്ക് വന്നാൽ മതി എന്ന് പറയാൻ വേണ്ടി. ഇത് റോഡ് ത്രൂ വന്നാൽ മതി എന്ന് പറയാം. പക്ഷെ അപ്പോഴത്തേക്ക് ഞാൻ അവിടെ പാലത്തെത്തിപ്പോയി. ഇപ്പോൾ തിരിച്ചത്രയും ദൂരം നടക്കണ്ടേന്ന് വിചാരിച്ച്. അതുകൊണ്ട് പോകുമ്പോൾ എന്നാൽ പിന്നെ ഈ വഴിക്ക് തന്നെ വന്നോന്ന്. ഇവിടെയൊക്കെ നല്ല വെള്ളം കൂടുതലാട്ടോ. കണ്ടോ, അത്രയും വെള്ളമുണ്ട്. വേലിയേറ്റം ആയതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം വരുന്നത്. അപ്പോൾ എന്താ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. കുറേ നേരമായോ? പിന്നെ ഞങ്ങൾ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറി കേട്ടോ. 100 രൂപക്കാണ് പെട്രോൾ അടിക്കുന്നത്. അവിടുന്ന് പിന്നെ പെട്രോളൊക്കെ അടിച്ച് ഓഫീസിലേക്ക് പോയി. ഓഫീസിന്റെ അടുത്തുള്ളൊരു പെട്രോൾ പമ്പ് നിന്നാണ് അടിച്ചത്. ഇത് അവിടെ ഒരു നായി ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതാ ഈ സ്റ്റെയറിന്റെ മുകളിൽ ഇങ്ങനെ താമസാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെ കണ്ട് പേടിച്ചിട്ട് ഞാൻ നിൽക്കേന്. ഇതിന്റെ മുകളിൽ ഇതാ ഈ ഒരു സ്റ്റെയറിന്റെ ഈ ഒരു സ്പേസിലാട്ടോ നിൽക്കുന്നത്. അപ്പോൾ അത് അവിടെ എത്തിട്ടോ. ഈ ഗാർബേജൊക്കെ മുകളിലേക്ക് എടുത്തേക്കാളോ കേട്ടോ. ഇതുവരെ എടുത്ത് വെച്ചില്ല, എടുത്തേക്കണം. എന്നിട്ടുമ്പോൾ ഒരു ദിവസം ഇത് കളക്ട് ചെയ്യുന്ന ആളെ വിളിച്ചിട്ട് ഈ ഗാർബേജ് ഒന്നായിട്ട് കൊടുത്താൽ ഇതകത്തുകൊണ്ടൊന്ന്. ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ എവിടേക്കോ ആയി കിടക്കുന്നുണ്ട്. അതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കട്ടെ. സിൽക്കി കഴിഞ്ഞ്, അപ്പം ഈ സിൽക്കി വാങ്ങണം. അത് കഴിഞ്ഞിട്ടുണ്ട്. എന്താ ഇതൊക്കെ നല്ല പ്രിൻ്റ് ചെയ്തതിൻ്റെ ബാക്കിയുണ്ടാവും. ഇവിടെ സെറ്റ് ചെയ്യാം. ഇതിവിടെ ഇപ്പോൾ ഈ ഒരു ലൈറ്റ് ടച്ച് ഉണ്ട് കേട്ടോ, ഒരുമാതിരി വെളിച്ചം. അപ്പോൾ ഈ ലൈറ്റ് ഒഴിവാക്കിയിട്ട് ഈ കേട്ടൻ തുറന്നിട്ടെ. ഇതാണ് കേട്ടോ നമ്മളെ ഇങ്കിൻ്റെ ലെവല്. ഇതിൽ ഈ ഒരു ലൈൻ അതിൻ്റെ താഴോട്ട് താഴാൻ പാടില്ല എന്നാട്ടോ ഇങ്ക്. അപ്പോൾ അതിന് LCയും ബ്ലാക്കും ആണ് ഇപ്പോൾ കഴിയാനായത്. ഞാനിപ്പോൾ അതാ M ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. മജന്ത ഞാനിപ്പോൾ ഒഴിച്ചിട്ടുള്ളൂ. LCയും ബ്ലാക്കും ഇവിടെ ഉണ്ട്. ബ്ലാക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഇത് LC ആണ്. LC അല്ല, C ആണ്. LC അപ്പോൾ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ LC വാങ്ങിക്കണം. ഇന്നിപ്പോൾ ഇതാ പ്രിൻ്റ് അതൊക്കെ നമ്മൾ പാക്ക് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഒന്ന് കുറച്ച് നേരത്തെ പാക്ക് ചെയ്യാണ്. എന്ന് വെച്ചാൽ പാക്ക് ചെയ്തതിൻ്റെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പകലത്തെ ഈ ഒരു വെളിച്ചത്തിലാണ് വീഡിയോ എടുത്താൽ ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് പാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ചൂടില്ല, നമ്മൾ വൈകുന്നേരമല്ല ചൂട് വരാം. ഇപ്പോൾ വലിയ ചൂടില്ല. പിന്നെ ഈ ഫാനൊന്നും നന്നാക്കണം. ഈ ഫാൻ കൂടി നന്നാക്കി അവിടെ സെറ്റായി. ഇപ്പം നമ്മൾ ഈ ഫാനിലാണല്ലോ ഓടുന്നത്. അപ്പോൾ ഈ ഫാനും കൂടി നന്നാക്കുകയാണെങ്കിൽ ചൂടൊന്നുകൂടി കുറയും. നമ്മളധികം വൈകുന്നേരമല്ലേ പാക്ക് ചെയ്യാം. ഇങ്ങനെ ഫോട്ടോസ് കുറച്ച് റീൽസ് ഇടാണ്ടായതുകൊണ്ട് ഇപ്പോൾ വലിയ ചൂടില്ല, എന്നാലും കുഴപ്പമില്ല. വൈകുന്നേരം നല്ല ചൂടുണ്ടാവും അവിടെ. 1 2 3 4 5 6 7 പാക്ക് ചെയ്തിപ്പോൾ. ഞാനൊരു കോഫി ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇന്നലെ നമ്മൾ ക്യാൻസൽ ചെയ്ത കോഫി ഇന്നലെ ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇത് ആക്ച്വലി പാലില്ലാതെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇത് പാലില്ലാണ്ട് കേട്ടോ കോഫി ഉണ്ടാക്കുന്നത്. ഈ ക്രീമിനെ കൊണ്ടാണ്. ഇത് എൻ്റെതായ രീതിയിൽ ഉണ്ടാക്കുന്ന കോഫി കേട്ടോ. അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കലോ.
ഞാൻ ഇപ്പം എനിക്ക് തോന്നിയ പോലെ ഒരു രീതിയിലാണ്. കാരണം പാലില്ലാണ്ട് ക്രീം മാത്രം വെച്ചിട്ടാണ്. പൊതുവേ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം ഇത് എന്താ പറയുക കോൾഡ് കോഫിയൊക്കെ പോലെ ആക്കാൻ പറ്റുന്ന ടൈപ്പാണ്. പക്ഷെ ഞാൻ ചൂടിലാണ്, അതായത് ചൂടായിട്ടാണ് കുടിക്കുന്നത്. ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡാൽഗോണ കോഫിയൊക്കെ ഉണ്ടാക്കില്ല, അതുപോലത്തെ ഒരു സംഭവമാണ്. ഇൻസ്റ്റൻറ്റ് കോഫീനെ കൊണ്ടാണല്ലോ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ ആദ്യം കുറച്ച് കാപ്പിപ്പൊടി ഇടുക, കൂട്ടി വെക്കട്ടെ, അല്ലെങ്കിൽ ഇത് കട്ടയായി പോകും. പിന്നെ അതിൽ കുറച്ച് പഞ്ചസാര ഇടുക, എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിരുന്ന് ഇങ്ങനെ ഇളക്കുക. ഇതിൻ്റെ മറ്റേ സാധനമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ബാറ്ററി തീർന്നു പോയതുകൊണ്ട് ഇതാവുന്നില്ല. അതുകൊണ്ട് ഞാൻ സ്പൂൺ ഇട്ടിട്ട് തന്നെ ഇളക്കുകയാണ്. എന്നുവെച്ചാൽ വേഗം ആയി വരും കേട്ടോ. ഇൻസ്റ്റൻറ്റ് കോഫിയൊക്കെ ആയതുകൊണ്ട് വേഗം ആവും. ഇപ്പം തന്നെ കളറ് മാറി വരുന്നുണ്ട്. ഇതിങ്ങനെ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ടേസ്റ്റ് ഒക്കെ എനിക്ക് ഓക്കെയാണ് കേട്ടോ. പക്ഷേ എന്താ വെച്ചാൽ എനിക്കിങ്ങനെ ഇതിങ്ങനെ പതച്ചിങ്ങനെ വരുന്ന കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, അതിന് വേണ്ടി ഉണ്ടാക്കുന്നതാണോ. ഇത് സെറ്റായി വന്നിട്ടോ, ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. പണ്ട് ലോക്ക്ഡൗണിൻ്റെ ടൈം ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ. ഇതിലേക്ക് കുറച്ച് ക്രീം ഒഴിക്കട്ടോ, ക്രീമും പൊട്ടിക്കാണ്. അതിന് പിന്നെ ഷേക്ക് വെല്ലുണ്ടായിരുന്നു, മറന്നുപോയി. ഓക്കെ, മതിയാവൂല്ലേ? ഇത്ര മതിയാവും വിചാരിക്കാം. ഇട്ടിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ അത് ചൂടുള്ളം കോഫി റെഡി ആയി തോന്നുന്നു. പക്ഷെ അന്ന് ഞാൻ ഉണ്ടാക്കി ഇങ്ങനെ കേട്ടോ, കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടായിരുന്നു. നോക്കട്ടെ, മധുരം ഇത്തിരി കുറവ്, അതുള്ളൂ, വേറെ പ്രശ്നമില്ല. കുറച്ച് പഞ്ചസാര ഇട്ട് റെഡിയാവും. നല്ല കയ്പ്പ് ഇട്ടുള്ളൂ പഞ്ചസാര ഇടാത്ത. കാപ്പീൻ്റെ ഒരു നോർമൽ കയ്പ്പ് ഉണ്ടാവില്ല, അതേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് സാധനം ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ടേസ്റ്റ് ഉണ്ട്. പ്രിൻറ്റിങ് ഇതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. കഴിഞ്ഞിട്ട് ഇതൊക്കെ A4. ഇനി ഇവിടെ ഉള്ള 2 എണ്ണം കൂടി പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ്. ഓനിത് അവിടെ ഫ്രെയിമൊക്കെ ആക്കി കഴിഞ്ഞിട്ടോ. അവിടെ എന്തൊക്കെ വൃത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. വെച്ചാൽ നോക്കട്ടെ. ടേബിളൊക്കെ ക്ലിയർ ചെയ്ത് വെച്ചാൽ കേട്ടോ. പാക്ക് ചെയ്ത ഫ്രെയിമൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി പാക്ക് ചെയ്യാനുള്ള സാധനം ഇത് ഞാനിപ്പോൾ കൊണ്ടുവച്ചാൽ കേട്ടോ. അപ്പോഴല്ല, അത് 5 മിനിറ്റ് മുന്നേ. അതൊക്കെ ഇവിടെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലാണ് എന്താ നമ്മുടെ ടൂൾസ് മൊത്തം ഇതിൽ വെച്ചിട്ടുണ്ട്. കത്രികകളും കത്തിയും പിന്നെ സെല്ലോ ടേപ്പൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലാണ് തെർമോക്കോളിൻ്റെ വേസ്റ്റ് ഇട്ടത്. ഇതിൽ പ്ലാസ്റ്റിക് വേസ്റ്റ്, പിന്നെന്തല്ല അതിൽ ഇതേപോലെ തന്നെ വേസ്റ്റ് ആണ് വെച്ചിട്ടോ. സമയം ഇപ്പോൾ 1:30 കേട്ടോ. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. എന്നിട്ട് ബാക്കി ഫ്രെയിം ചെയ്യാനുള്ളതൊക്കെ എന്താ വെച്ചാൽ ഫ്രെയിം കൊണ്ടുവരണം. ഓട്ടോയിൽ ഫ്രെയിം കൊണ്ടുവന്നിട്ട് വേണം അതൊക്കെ ചെയ്യാൻ. പിന്നെ പാക്ക് ചെയ്യുക, ഡിസ്പാച്ച് ചെയ്യുക, അതൊക്കെ തന്നെയാണ് പണികളുള്ളത്. നേരത്തെ നല്ല മഴ പെയ്തിന് കേട്ടോ. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും ഫോൺ ചാർജ് തീർന്നു. അങ്ങനെ ചാർജിലൊക്കെ ഇട്ടേ. ഇവിടെ ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ റെയിൻകോട്ടൊന്നും ഇല്ലാണ്ട് മഴത്തിന് കുളിച്ച് പോകേണ്ടി കിട്ടും. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കി നിൽക്കുകയും അപ്പോൾ മഴയൊക്കെ നിന്നുണ്ട്. ഇനിയിപ്പം ഇവിടെ ഡിസ്പാച്ച് ചെയ്യാനുള്ള സമയമായി. പക്ഷെ ഓട്ടോ ഇതുവരെ വന്നില്ല. അപ്പോൾ ഓട്ടോന് കാത്തിക്കുക. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ടേബിളൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കി വെച്ചുകൊണ്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. ഇവിടെ പുറത്ത് നല്ല മഴയാട്ടോ. നമ്മൾ ഒരുവിധമൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ തെർമോക്കോൾ എടുക്കാൻ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഓരോരുത്തർ വിളിച്ചിട്ട് തെർമോക്കോൾ ഇങ്ങോട്ട് ഓട്ടോയിൽ കൊടുത്തേക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്ര നേരമായിട്ട് ഒരു ഓട്ടോ കിട്ടിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. പുറത്ത് മഴയാണെന്ന് വെച്ചാൽ എടുക്കാനും പോകാനും പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ ഉള്ളതൊക്കെ നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ 2 എണ്ണം കൂടി പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതിനിപ്പോൾ പാക്ക് ചെയ്യാൻ ഇപ്പോൾ വന്നിട്ട് ഇന്ത്യ പോസ്റ്റ് അയക്കണമെന്ന് അങ്ങനെ ആലോചിക്കാം. പോസ്റ്റ് ഓഫീസ് ത്രൂ സ്പീഡ് പോസ്റ്റ് അയച്ചെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ DTDCയിൽ അയക്കുന്ന അത്ര സ്പീഡിൽ കിട്ടില്ല. 2 സാധനം നമുക്ക് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റാഞ്ഞത്. ഇപ്പം പാക്കൊക്കെ ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ തെർമോക്കോൾ അപ്പോഴത്തേക്ക് കാലിയായി. അതാണ് വേറെ പ്രശ്നം പറ്റിയത്. തെർമോക്കോൾ വന്നിട്ടോ. അപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ തന്നെ ഒരു വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി അതൊക്കെ എടുത്തിട്ട് വന്ന്. അപ്പോൾ ആ 2 എണ്ണം ബാലൻസ് ഉള്ളത് അതിപ്പോൾ പാക്ക് ചെയ്യാം കേട്ടോ. 2 എണ്ണം പാക്ക് ചെയ്യില്ല. അതിൽ 1 ഇപ്പോൾ പാക്ക് ചെയ്ത് അടുത്ത കൂടി ഇപ്പോൾ പാക്ക് ചെയ്യും. അപ്പം നമ്മൾ ഡിസ്പാച്ചൊക്കെ ചെയ്ത് വന്നിട്ടോ. ഒന്ന് വലിയ തിരക്കൊന്നുമില്ല ഇനി റോട്ടിൽ. അതുകൊണ്ട് വലിയ സീനില്ല, വേഗം പോയി വരാൻ പറ്റി.
ഒക്കെ ചെയ്തു. പിന്നെ ഞാൻ തെർമോക്കോൾ എത്താൻ കുറച്ച് ലേറ്റായി പോയി. എന്നാലും നമ്മൾ ആദ്യം ഡിസ്പാച്ച് ചെയ്യാൻ പറ്റില്ല വിചാരിച്ചെങ്കിൽ പിന്നെ അത് ഡിസ്പാച്ച് ചെയ്തിട്ടോ, ഞാൻ പാക്കൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെയാണ് കേട്ടോ അന്നത്തെ ദിവസം. അപ്പം നാളെ 6 മണിക്ക് കാണാം.